ഹായ് ഓൾ. YEP 6.0യിലെ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ആൻഡ് ഐഡിയ സബ്മിഷൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതിൽ ഫസ്റ്റായിട്ട് ഈ ലിങ്ക് യൂസ് ചെയ്ത് ഈ വെബ്സൈറ്റിൽ കയറുക. കയറുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്നതിൽ YEP 6.0 ഐഡിയ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു യെല്ലോ കളർ ബോക്സ് അവിടെ കാണാൻ പറ്റുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിലേക്ക് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും. അടുത്ത് നിങ്ങൾക്ക് അത് YEP 6.0ൻ്റെ ഐഡിയ സബ്മിഷൻ്റെ വേരിയസ് സ്റ്റെപ്സ് കാണാൻ പറ്റും. അതിൽ ടോട്ടൽ 7 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ പ്രീ രജിസ്ട്രേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രീ രജിസ്ട്രേഷൻ. അതിൽ നിങ്ങളുടെ പേര്, മെയിൽ ID, ഡിസ്ട്രിക്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, മൊബൈൽ നമ്പർ ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ബട്ടൺ കാണും. ആ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് YEP 6.0യിലേക്ക് നിങ്ങൾ പ്രീ രജിസ്റ്റേർഡ് ആകും. പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങളുടെ മെയിൽ കൂടി ചെക്ക് ചെയ്യുക. അതിലേക്കൊരു മെയിൽ വന്നിട്ടുണ്ടാകും. നിങ്ങൾ YEPയിലേക്ക് രജിസ്റ്റർ ചെയ്ത ആ മെയിലും ആൻഡ് അതിൻ്റെ ഒരു പാസ്വേഡും കൂടി ഒരു മെയിലായിട്ട് അയച്ചിട്ടുണ്ടാകും. അത് ചെക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡിയേറ്റ് രജിസ്ട്രേഷനാണ്. ഐഡിയേറ്റ് രജിസ്ട്രേഷനകത്ത് മെയിനായിട്ട് 2 ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, സ്കൂൾ കാറ്റഗറി ആൻഡ് ക്ലാസ്, ഡിവിഷൻ ഒക്കെ കൊടുക്കാം. ആൻഡ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു 2 ഡോക്യുമെൻറ്റ്സിനകത്ത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ ആൻഡ് ID കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ID കാർഡ് അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അങ്ങനെയുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള IDs എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാം. ഇതിന് രണ്ടിനെയും JPG ഫോമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ID കാർഡിൻ്റെ സൈസ് 1 MB എന്തായിരിക്കണം, ഒന്നില്ലെങ്കിൽ 1 MB സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കാട്ടി ചെറുതായിരിക്കണം. ആൻഡ് അടുത്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഫോട്ടോൻ്റെതും JPG ഫോമാറ്റ് ആയിരിക്കണം. അത് 2 MB സൈസിന്, ഒന്നില്ലെങ്കിൽ 2 MB സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 MB സൈസിന് താഴെ ആയിരിക്കണം. ആൻഡ് ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാവുന്നതാണ്. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 18 മിനിറ്റ് വീഡിയോ ആണ്. ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് 18 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ക്വിസ് അറ്റൻഡ് ചെയ്യണം. ഒരു 10 ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്ത് 10 ക്വസ്റ്റ്യൻസിനകത്ത് 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റൈറ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്വിസ് പാസ്സാവും. ആൻഡ് ആ ക്വിസ് പാസ്സായതിന് ശേഷം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. ഈ ക്വിസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ആൻഡ് അതിനകത്ത് നിങ്ങളുടെ റിസൾട്ട് ഇതിനകത്ത് കാണും. ആൻഡ് ഇതിനകത്തൊരു വർക്ക് ബുക്ക് പോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കാണും. ഈ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ID സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാം, അതിനകത്ത് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ സർവേ നടത്തേണ്ടി വരും. അതിന് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞതിനൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈ സൈഡിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കാണും. അതിനകത്ത് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. അതാണ് നിങ്ങൾ ഈ ക്വിസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ക്രിയേഷനാണ്. ഒരു ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ മിനിമം 2 സ്റ്റുഡൻറ്റും മാക്സിമം 3 സ്റ്റുഡൻസുമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിൽ അലോ ചെയ്തേക്കുന്നത് സ്കൂൾ കാറ്റഗറിയിൽ. ഇതിനകത്ത് മെയിൻലി ടീം ലീഡറാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ ആയിട്ട് ആഡ് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ഒരു ഗ്രീൻ ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് നെയിമും ഒരു ഒരു കീ നമ്പറും എൻ്റർ ദ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ഗ്രൂപ്പ് നെയിമും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കീ ഓൾറെഡി അവിടെ കാണും, ഓൾറെഡി ഇത് ഫിൽഡ് ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് നെയിമും കൂടി കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ID കിട്ടും. അത് നിങ്ങളുടെ ബാക്കി മെമ്പേഴ്സിന്, ഗ്രൂപ്പിലെ ടീം ലീഡർ ബാക്കി മെമ്പേഴ്സിന് എന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറയുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുക. ആ ജോയിനിങ് പ്രോസസ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഗ്രൂപ്പിൻ്റെ നെയിമും അതിനകത്ത് സെയിം ID തന്നെ എന്ത് ചെയ്യുക,
കൊടുത്തിട്ട് ജോയിൻ കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും. അപ്പോൾ ടീം ലീഡറിന് ആരൊക്കെ ജോയിൻ ചെയ്തതെന്ന് ഇതിനകത്ത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് ജോയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഐഡിയ സബ്മിഷൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ സ്വന്തമായ ഒരു ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം പ്രോബ്ലംസ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആക്കി ഒരു ഓപ്ഷനായി കൊടുത്തിട്ടുണ്ട്, പ്രോബ്ലം ഷെൽഫ് എന്ന് പറഞ്ഞ്. അതിനകത്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് കാണും. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ടുള്ളത് ഒരു പ്രോബ്ലം ചൂസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തേക്കുന്ന ഒരു ഇതാണ് പ്രോബ്ലം ഷെൽഫ് എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോബ്ലം ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് ഐഡിയ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഐഡിയ സബ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറേ ഇച്ചിരി ലോങ് പ്രോസസ്സാണ്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയ സബ്മിഷൻ്റെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു ഐഡിയ ആണോ അല്ലെങ്കിൽ പ്രോബ്ലം ഷെൽഫിൽ നിന്ന് എടുത്ത ഐഡിയ ആണോ എന്ന് നിങ്ങളവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ. ഓൺ ഐഡിയ ആണോ അല്ലെ പ്രോബ്ലം ഷെൽഫിൽ നിന്ന് എടുത്ത ഐഡിയ ആണോ എന്ന് കൊടുക്കാം. മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത് ഐഡിയ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് VOA സർവേ നിങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കണം. ആൻഡ് അതിൻ്റെ ഒരു PDF ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. അതിനുള്ള ഓപ്ഷൻ എൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആൻഡ് ഫസ്റ്റ് അത് കൊടുക്കുക, ഏത് ടൈപ്പ് ഓഫ് ഐഡിയ എന്ന് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ YEPൻ്റെ മെയിനായിട്ടൊരു ചാർജിട്ടുള്ള ഒരു സർ അല്ലെങ്കിൽ ടീച്ചർ കാണും. ആ ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രോജക്റ്റ് ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഒരുപാടധികം കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രോജക്റ്റ് നെയിം. അപ്പം എന്തിനും നമ്മളൊരു പേരിടാറുണ്ട്. അപ്പം അതേപോലെ നിങ്ങളുടെ പ്രോജക്റ്റിന് എന്താണോ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പേര് അതവിടെ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏതൊരു കാര്യത്തിലേക്കാണ് അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക അത് എന്ത് ചെയ്യുക അവിടെ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇൻ 1 ലൈൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. അത് വായിക്കുമ്പോഴേക്ക് ഇതാണ് പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സിംഗിൾ ലൈനിൽ നിങ്ങളുടെ പ്രോബ്ലം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അവിടെ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. ഓക്കെ, അതൊരു 500 വേർഡ്സിനകത്ത് എന്ത് ചെയ്യുക വരുന്ന രീതിയിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണ്, ഈ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ഇപ്പം നമുക്ക് ഏതൊരു പ്രോബ്ലം ഉണ്ടാവണമെങ്കിലും അതിന് ഇന്ന കാര്യങ്ങളാണ് ഇന്നതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ അതെന്താണെന്നുള്ളത് അവിടെ കൊടുക്കാം. ആൻഡ് അതിന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്ത് അതിനൊരു ഓൾറെഡി ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ വേണമെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് അവിടെ കൊടുക്കുക. ആൻഡ് അതിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത് എന്നവിടെ ഡിഫൈൻ ചെയ്യാം. അതിന് അടുത്തെന്ന് പറയുന്നത് നമ്മൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഔട്ട്കംസ് ആണ് വരുന്നത്. ഓക്കെ, ഔട്ട്കംസ് എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കാണും. അത് അവിടെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഡിഡ് യു ഡു എ വോയിസ് ഓഫ് കസ്റ്റമർ എന്ന് ചോദിക്കും. അത് എസ് തന്നെ കൊടുക്കുക. അത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും കമ്പൽസറി ആയിട്ടും എന്ത് ചെയ്യുക, അത് ചെയ്തിരിക്കണം. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയക്കൊരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതും നിങ്ങളൊരു 10 വേർഡ്സിന് അകത്ത് വരുന്നൊരു ടൈറ്റിൽ അവിടെ ആഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്താണ്. ഓക്കെ, മോട്ടിവേഷൻ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഒരു 100 വേർഡ്സിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐഡിയ എന്താണ്, മെയിൻലി ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ള ഐഡിയ മെയിൻലി നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്താണെന്ന് ഒരു 100 വേർഡ്സിനകത്ത് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഐഡിയ വിച്ച് യു ആർ പ്രപ്പോസിങ്. നിങ്ങളുടെ ഐഡിയയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്. ഇപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻസിനെക്കാട്ടിയും എന്ത് അഡ്വാൻറ്റേജാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്കുള്ളത് എന്നവിടെ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്ലീസ് ലെറ്റ് us know who is the customer for your product or solution. മീൻസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ ആരാന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കും. അപ്പോൾ അത് ആരാന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ആൻഡ് അതവിടെ നിങ്ങളുടെ മെയിൻ കസ്റ്റമർ ആരാന്ന് അവിടെ കൊടുക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റാണ്. നിങ്ങളുടെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് അല്ലെങ്കിൽ എത്ര എക്സ്പെൻഡിച്ചർ ആവും എന്നുള്ളതിനൊരു
ധാരണ കാണണം നിങ്ങൾക്ക്. അതിവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഒരു എക്സ്പെക്റ്റഡ് മതി, കറക്റ്റ് എമൗണ്ട് തന്നെ കൊടുക്കുക. എക്സ്പെക്റ്റഡ് എമൗണ്ട് നിങ്ങൾ കൊടുക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ടീമിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സിന് ഇതിനു മുമ്പ് YAPയിൽ എന്തെങ്കിലും റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉള്ളതാണ്. അതുണ്ടെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ആൻഡ് നെയിം ഓഫ് ദ പബ്ലിക്കേഷൻ, ഡീറ്റെയിൽ ഓഫ് പബ്ലിഷ്, അതൊന്നും കമ്പൽസറി എന്നുള്ള അത് നില്ല് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞത് വെദർ ഈ പ്രോട്ടോടൈപ്പ് ഹാസ് ബീൻ ഡെവലപ്ഡ്, നിങ്ങളുടെ ഐഡിയ ഒരു പ്രോഡക്റ്റാക്കി ഒരു പ്രോഡക്റ്റാക്കി മാറ്റിയിട്ടുണ്ടോ, ആ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടോ. അപ്പം ആപ്പാണെങ്കിൽ ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടോ. അപ്പം അതിനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടോ എന്ന് കൊടുക്കുക. ഉണ്ടെങ്കിൽ എസ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട്, അതൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യാം. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ എനി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വാസ് അറ്റംപ്റ്റഡ് ഇഫ് എനി, ഈ ഒരു പ്രോഡക്റ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യാം. അടുത്തത് നിങ്ങൾ പേറ്റൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേറ്റൻറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡേറ്റും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്ത് അതും ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻറ്റർ സപ്പോർട്ട്, നിങ്ങളുടെ പ്രോജക്റ്റ് മെൻറ്റർ ചെയ്ത് തരാൻ ആരാണോ ഉള്ളത് അത് അവരുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫാക്കൽറ്റി തന്നെ ആയിരിക്കണം. അവരുടെ പേരും ഡെസിഗ്നേഷനും മൊബൈൽ നമ്പറും മെയിൽ ID യും അവിടെ ആഡ് ചെയ്യാം. ആൻഡ് അടുത്തത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫാക്കൽറ്റീൻ്റെ പേര്, ആ ഫാക്കൽറ്റീൻ്റെ പേര് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അവരുടെ പേര് ഒന്നുകൂടെ എന്ത് ചെയ്യാം, മൊബൈൽ നമ്പർ ഇതെല്ലാം ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങളൊരു സർവേ നേരത്തെ നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ സർവേ, അത് നടത്തി അത് ആ വർക്ക് ബുക്ക് നോക്കി നടത്തുക. ആ വർക്ക് ബുക്ക് ക്യൂസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് നോക്കി എന്ത് ചെയ്യാം, ഒരു സർവേ നടത്തി അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് PDF ആക്കി എന്ത് ചെയ്യുക, PDF എന്തെങ്കിലും ഡോക്യുമെൻ്റ് ആക്കി എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു കോളത്തിൻ്റെ അവിടെ ആ ഡീറ്റെയിൽസിൻ്റെ അവിടെ അപ്ലോഡ് ചെയ്യുക. ഇത്രയും അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തെല്ലാം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുമ്പ് ഫുള്ള് നിങ്ങൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം, നിങ്ങൾ കൊടുത്തതെല്ലാം കറക്റ്റാണോ എന്ന്. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് വരും, യുവർ ഐഡിയ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളായി. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ അപ്രൂവൽ കാണും, അത് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ YAPയിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ആൻഡ് ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു.